ബ്രൂവറി വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ എന്താ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ധൈര്യമില്ലാത്തത്? നേരത്തെ കവിതയുടെ പേര് കൊണ്ടുവന്നു. കവിതയുടെ പേര് കൊണ്ടുവന്ന എന്തിനാ? ഈ ബ്രൂവറി വിഷയത്തെ മദ്യനയ അഴിമതിയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി സമർത്ഥമായി കൊണ്ടുവന്നതാ. ഒടുവിൽ കവിത പറഞ്ഞു, എൻ്റെ പേര് അനാവശ്യമായി വലിച്ചെടുത്താൽ ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ കവിതയുടെ പേര് ബന്ധിപ്പിക്കുന്നത് അവിടെ നിർത്തി. എക്സൈസ് വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ടോ കവിത എന്നുള്ളതായിരുന്നു ചോദ്യം. കവിത കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അവിടെ അവസാനിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ബ്രൂവറി വിഷയത്തിലാവട്ടെ, സ്വർണ്ണക്കടത്ത് വിഷയത്തിലാവട്ടെ, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഒരഴിമതി ആരോപണവും സഭയിൽ നിലനിന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ പ്രതിച്ഛായ വിഷയത്തിൽ ഈ സർക്കാർ ഡൽഹി സർക്കാരിനെ പോലെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തത്, ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഉണ്ട് എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഒന്നാം പിണറായി സർക്കാരിനെ പോലെ രണ്ടാം പിണറായി സർക്കാർ പെർഫോം ചെയ്തിട്ടില്ല. ഇവിടെയാണ് ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരുമായി അല്പമെങ്കിലും സാമ്യമുള്ളത്. കാര്യം അരവിന്ദ് കെജ്രിവാളിനെ വോട്ട് ചെയ്ത ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്താ? ഒന്നാം അരവിന്ദ് കെജ്രിവാളും രണ്ടാം അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള താരതമ്യമായിരുന്നു അവിടുത്തെ പ്രശ്നം. ഒന്നാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത സർക്കാരാണ്. ദില്ലിയിൽ ഇന്നേ വരെ വന്ന സർക്കാരുകളിൽ വെച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, മൊഹല്ല ക്ലിനിക്കുകളിൽ ഒക്കെ ഇടപെട്ട രീതി അരവിന്ദ് കെജ്രിവാളിനെ അത്രമേൽ ജനപ്രിയനാക്കി തീർത്തു. ഒരു ദേശീയ നേതാവെന്ന പ്രതിച്ഛായ വന്നില്ലേ? അപ്പോൾ ആ രീതിയിൽ രണ്ടാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരിന് പ്രവർത്തിക്കാൻ സാധിക്കാതെ പോയി. ഈ താരതമ്യം കേരളത്തിലും ബാധകമാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്ര പെർഫോം ചെയ്തിട്ടുണ്ടോ രണ്ടാം പിണറായി സർക്കാർ?